വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. ഏകദേശം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നാളെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊരു സംശയം തോന്നുമ്പോൾ നിങ്ങൾക്ക് അമ്മമാസ് കിച്ചൺ എടുത്ത് വെച്ചിട്ട് ഇഞ്ചിപ്പുളി റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ചുകൂടെ ജാമ് പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു പേസ്റ്റ് പോലെ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇഞ്ചി എടുത്ത് കുനുകുനാന്നരിഞ്ഞ് അതൊന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ നീര് വേറെ ഇഞ്ചി വേറെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് തേങ്ങയും പുളിയും, പിന്നെ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വെള്ളപ്പൊടിയാണ് എടുത്തത് കേട്ടോ. ഇത് താളിപ്പനായിട്ടുള്ള ഉഴുന്നും കറിവേപ്പിലയും വറ്റൽമുളകുമാണ്. ഇഞ്ചി നമ്മൾ ഏകദേശം ഒരു വലിയൊരു 4 ഇഞ്ചി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പുളി കാണിച്ച പോലെ 1 കപ്പ് ഓഫ് പുളി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്കുള്ള പേസ്റ്റാണ് കേട്ടോ പുളിയുടെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചിയും തേങ്ങയും കൂടെ വറുക്കുക എന്നുള്ളതാണ്. സീരിയസ് ആയിട്ട് പറയാലോ, ഈ ഇഞ്ചിപ്പുളിക്കകത്ത് തേങ്ങ ഇടുന്നത് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് ഈ ഇഞ്ചി തേങ്ങയും കൂടെ വറുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് ഈ ഇഞ്ചിയും തേങ്ങയും കൂടെ നന്നായിട്ട് മുരികിച്ചെടുക്കുക. ഇതിനകത്തുള്ള കംപ്ലീറ്റ് തേങ്ങയുടെയും ഇഞ്ചിയുടെയും അകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കണേ. ആക്ച്വലി ഇത് നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല മണം വരും. നല്ല എന്താ പറയുക, നല്ല മണം വരും കേട്ടോ. ആ സമയത്താണ് നമ്മളത് ഇറക്കേണ്ടത്. ഇറക്കരുത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. കണ്ടില്ലേ, നമ്മൾ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇഞ്ചിയും തേങ്ങയും. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ കൂട്ടിടുക. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. 1/2 സ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത്. മുളക് പൊടി 1.5 സ്പൂൺ, 2 സ്പൂൺ ആണ് മല്ലിപ്പൊടി. ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ അന്നേരം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. കാരണം പൊടികൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുമല്ലോ, ചൂട് ഒരുപാട് തട്ടിക്കഴിഞ്ഞാൽ. നമുക്കതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി ഇതൊന്ന് ആറാനായിട്ട് വയ്ക്കുക. അത് ആറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ തേങ്ങയും ഇഞ്ചിയും ഈ പൊടികളൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഒഴിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ പുളിയും ഇഞ്ചിയുടെ നീരൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേനും വീണ്ടും ഒത്തിരി വെള്ളം പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയും അതേപോലെ ഇഞ്ചി നീരെടുത്ത് മാറ്റി വെച്ചില്ലായിരുന്നോ, അതും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിൽ പുളി എന്ന് പറയുന്നത് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത പുളിയാണ്. ഒപ്പം ഇഞ്ചി നീര് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴത്തെ അടിയിൽ അടിഞ്ഞിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു കട്ട വേണ്ട കേട്ടോ. അതിൻ്റെ മേലത്തെ നീര് മാത്രം ഒറ്റ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് താളിക്കുക. അത്രയേ ഉള്ളൂ, പരിപാടി സിമ്പിളാണ്. അപ്പോൾ അതിന് താളിപ്പിന് അമ്മ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ കടുക്, ഉഴുന്ന്, കറിവേപ്പില, കുറച്ച് വറ്റൽമുളക് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള സംഭവം ആഡ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശർക്കരപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മറക്കരുത്. അപ്പോൾ ആ ശർക്കരപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് കട്ടിക്ക് അരച്ചത് കൊണ്ട് കുറച്ചും കൂടെ വെള്ളം അതിനകത്ത് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇഞ്ചിപ്പുളിക്കകത്ത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഉപ്പിടില്ല. ആവശ്യത്തിന് വളരെ എന്താ പറയുക, ഒരു പിഞ്ച് ഓഫ് സോൾട്ടേ ഇടുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് ഉപ്പിടണ്ട കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി സത്യമായിട്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെയൊക്കെയാണല്ലേ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുക എന്ന് തോന്നിയത്. അപ്പോൾ എന്നെപ്പോലെ അറിയാത്ത ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിപ്പുളി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും തിരയേണ്ട, അമ്മമാസ് കിച്ചൺ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇറ്റ്സ് റിയലി നൈസ്, യമ്മി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പുളിമുട്ടായൊക്കെ കഴിക്കില്ലേ, അതുപോലെയുള്ള നല്ല ഒരു ഇഞ്ചിപ്പുളിയാണ്. നമ്മളിതിനകത്ത് ഉപ്പും ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണോ എന്നൊന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്ത ശേഷം ഒന്ന് നന്നായി ഇളക്കി ഇതിങ്ങനെ ഇളക്കി ഇതിൻ്റെ മേലെ നല്ലോണം എണ്ണ തെളിയും. ആ ടൈം വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ടേസ്റ്റ് എൻഹാൻസ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.